ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 5 ടോപ്പിക്കാണ്. അതായത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് ലീനിയർ മോഷൻ. ഇനി നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ ഫസ്റ്റ് വേർഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് മോഷൻ. ടൈമിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് we can see that the object is in motion. ഈ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ഒക്കെ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിന്റെ വേറൊരു പേരാണ്, സിൻസ് ഇറ്റ് ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെക്ടിലീനിയർ മോഷൻ. ഇനി ഒരു മോഷൻ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി 2 ക്വാണ്ടിറ്റീസ് ആണ്. ഒരു റെഫറൻസ് പോയിന്റും വേണം, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ആക്സസും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം മോഷൻ ഈസ് അലോങ് ഒരു 1 ഡയമെൻഷൻ മോഷനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരൊറ്റ ആക്സിസ് എടുക്കും. 2 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ 2 ആക്സിസ്, അതേപോലെ തന്നെ മോഷൻ അലോങ് 3 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ഈ 3 ആക്സിസും എടുക്കും. ഈ 3 സെറ്റ് ഓഫ് ആക്സിസിനും കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് റെഫറൻസ് പോയിന്റ്, അതർവൈസ് ഒറിജിൻ. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാണ്, അതായത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഒരു എക്സാമ്പിൾ വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1 ഡയമെൻഷണൽ മോഷനാണ് ഒരു ഒബ്ജക്റ്റിന്റെ, ഹാവിംഗ് എ റെഫറൻസ് പോയിന്റ് ഒയിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്, അതേസമയം ലെഫ്റ്റ് സൈഡിലോട്ടുള്ള എല്ലാ വാല്യൂസിനെയും നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ ഒരു ഒബ്ജക്റ്റ് ഒയിലാണ് ഇരിക്കുന്നത്. ഒയിൽ നിന്ന് ഇറ്റ് ട്രാവൽ ത്രൂ പി ടിൽ പി വരെ പി ആണ് ടോട്ടൽ ഇയാൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് +240 മീറ്റർ ആയിരിക്കും. ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റിനും സെയിം വാല്യൂ തന്നെയാണ് 240 മീറ്റർ. ഇനി അതേസമയം ഒയിൽ നിന്ന് പി വരെ ട്രാവൽ ചെയ്തു, നേരെ തിരിച്ച് പിയിൽ നിന്ന് ഒ വരെ എത്തി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 240 + 240 എടുക്കും, അതായത് 480 മീറ്റർ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റിന് റൈറ്റ് സൈഡിലോട്ട് പോയ ജേർണിക്ക് +240, ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോൾ -241 എടുക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് കിട്ടും. ഡിസ്റ്റൻസ് എപ്പോഴും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചുള്ള ജേർണിക്ക് നെഗറ്റീവ് കൺസിഡർ ചെയ്തത്. എക്സാമ്പിളിൽ നിന്ന് നമുക്കൊരു കാര്യം ക്ലിയർ ആവും. ഈ ഒരു കേസിൽ ഇനീഷ്യൽ പോയിന്റ്, സെക്കൻഡ് എക്സാമ്പിളിൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കോയിൻസൈഡ് ചെയ്ത സ്ഥിതിക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിന്റെ വാല്യൂ ടോട്ടൽ പാത്ത് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ഫോളോഡ്. അതാണ് ഇവിടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഡിസ്റ്റൻസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ പാത്ത് ഫോളോഡ് ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റിനെയാണ്. ഈ സെക്കൻഡ് കേസിൽ, സെക്കൻഡ് എക്സാമ്പിളിൽ ഇനീഷ്യലും ഫൈനലും കോയിൻസൈഡ് ചെയ്തു ഒപിയിൽ നിന്ന് തിരിച്ച് പി ഒയിലേക്ക്. ആ ടൈമിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 0യും ഡിസ്റ്റൻസിന്റെ വാല്യൂ 480 മീറ്ററുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇവർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ് എപ്പോഴും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. സെക്കൻഡ് വൺ, ഡിസ്റ്റൻസ് എപ്പോഴും അത് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡിപ്പെൻഡ്സ് ഓൺ ആക്ച്വൽ പാത്ത് ഫോളോഡ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനി തേർഡ് വൺ ആണ്, ഇനീഷ്യലും ഫൈനൽ പൊസിഷൻ കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ 0 ആകുന്നു, എന്നാൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ 0 ആകില്ല, എന്നാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 0 ആകും. എപ്പോഴും ഒരു കൺക്ലൂഷൻ, ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു അവർ സെക്കൻഡ് ടോപ്പിക്, അതായത് സ്പീഡ്. ഈ ഒരു ടോപ്പിക്കിൽ ആവറേജ് സ്പീഡിനെ പറ്റിയും ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തൊട്ട് ബേസിക്കലി നമ്മുടെ ഡിസ്കഷൻ കുറച്ചുകൂടെ ഇക്വേഷൻ ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ സ്പീഡിന്റെ ബേസിക് ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ആവറേജ് സ്പീഡ് വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതുകൊണ്ടാണ് S1 + S2 + S3, അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ടൈമിന് T1 + T2 + T3 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് ആവറേജ് സ്പീഡിന് ഇക്വേഷൻ. ഇനി ഇവിടെ നിന്ന് നമ്മൾ 2 കേസിലേക്ക് പോവാണ്. അതായത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത സ്പീഡ് തന്നിട്ടുണ്ട് V1 + V2 + V3. അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് S1 + S2 + S3. ആ കേസിൽ നമുക്ക് ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് S1 + S2 + S3 / S1/V1 + S2/V2 + S3/V3.
ഇനി ഈ ഒരു കാര്യത്തിൽ തന്നെ ചില സമയത്ത് ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആയിട്ട് വരും. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ നമ്മൾ വെറുതെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും പ്രോബ്ലം ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷനാണ് 1/v average equal to 1/3 into 1/v1 plus 1/v2 plus 1/v3. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കാണ് വെലോസിറ്റി. വെലോസിറ്റിയിലും സ്പീഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് വെലോസിറ്റീസ് ആണ്, ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ടേക്കൺ. ഇനി ഇത് കാരണം കൊണ്ട് തന്നെ ബേസിക് ഡിഫറൻസ്, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആയതുകൊണ്ട് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും സ്പീഡിന്റെ അതേ കോൺസെപ്റ്റ് തന്നെ. അവിടെ നമ്മൾ ഡിസ്റ്റൻസിന്റെ ഡെറിവേറ്റീവ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ സെയിം ആണ്, ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, സ്പീഡിന്റെ കാര്യത്തിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ വെലോസിറ്റിയുടെ കാര്യത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ഈ ആവറേജ് സ്പീഡിലെ തന്നെ സെക്കൻഡ് കേസ് ആണ്, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തേക്കുന്ന ഡിഫറെന്റ് സ്പീഡിലാണ് v1 പ്ലസ് v2, v1, v2, v3. എന്നാൽ അതെടുത്തേക്കുന്ന ടൈമാണ്, അതായത് ഡിസ്റ്റൻസിന് പകരം വെലോസിറ്റിയും ടൈമുമാണ് തന്നേക്കുന്നത്. ആ ടൈമിൽ അങ്ങനെയുള്ള കേസിൽ ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്നതാണ്. ന്യൂമറേറ്റർ മാറും, കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ലല്ലോ. അപ്പം വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ v1 t1 പ്ലസ് v2 t2 പ്ലസ് v3 t3 ബൈ t1 പ്ലസ് t2 പ്ലസ് t3. ഇവിടെ നമ്മൾ ആ ഒരു സ്പെഷ്യൽ കേസ് എടുക്കുവാണ്. ടോട്ടൽ ടൈം ടേക്കൺ ഇപ്പൊ ഈക്വൽ ആണെങ്കിൽ t1 ഈക്വൽ ടു t2 ഈക്വൽ ടു t3. അങ്ങനത്തെ കേസിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് v ആവറേജ് ഈക്വൽ ടു ടോട്ടൽ വെലോസിറ്റി ബൈ 3 അങ്ങ് ചെയ്താൽ മതി. ഇനി അപ്പൊ ഇതോടെ ആവറേജ് വെലോസിറ്റിയുടെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിലേക്ക് കടക്കാണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആ ഒരു പേരിൽ നിന്ന് തന്നെ അറിയാം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള സ്പീഡാണ് കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിസ്റ്റൻസിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ds. An institution for innovative teaching, medical and engineering entrance coaching, CPTCA entrance, crash course, private tuitions, brain development program for children from 3 to 14 years. Integral, Galaxy Building, Kattanam. 94475 6683 94471 05465. And now we are moving on to the last topic of this video, അതായത് equations of linear motion. അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ ബേസിക് ഇക്വേഷൻ, അതിൽ ആദ്യത്തെ 3 ഇക്വേഷൻ നമ്മൾ ലോസ് ഓഫ് മോഷനിലൊക്കെ ബേസിക്കലി പഠിക്കുന്നതാണ്, ബേസിക് ഇക്വേഷൻസ് ആണ്. അതായത് v is equal to u plus at, s is equal to ut plus half at square and v square equal to u square plus 2as. ഇനി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി ആണ് തരുന്നതെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ആ രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് ഉള്ളത് നോട്ട് ചെയ്യാം. u പ്ലസ് v ബൈ 2 ഇൻറ്റു ടി. അതേപോലെ തന്നെ dn കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഇൻ nth സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ u പ്ലസ് a ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നാണ് ഇതിൽ ഏത് ഇക്വേഷൻസ് ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പം എല്ലാ ലെറ്റേഴ്സും അതിന്റെ മീനിങ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്തെടുക്കാം. Now we will be discussing about acceleration. Acceleration എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. അതായത് v2 മൈനസ് ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, അപ്പൊ v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. അപ്പൊ വെലോസിറ്റി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ എപ്പോഴും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം അതിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, 0 ആകാം, അതേപോലെ തന്നെ നെഗറ്റീവ് വാല്യൂവും വരാം. പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ആക്സിലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ആക്സിലറേഷന്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ. യൂണിഫോം വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? വെലോസിറ്റിക്ക് ഒരേ വാല്യൂ ആണ് ഏത് ടൈം ഇന്റർവെല്ലും. അപ്പൊ v2 മൈനസ് v1 ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്തായാലും 0 ആണ്. അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ 0 ആൻഡ് വി കൻ സേ ദാറ്റ് ദ ഒബ്ജക്ട് ആക്സിലറേഷൻ വിൽ ബി 0 ആൻഡ് ദ ഒബ്ജക്ട്. അതിന്റെ അർത്ഥം രണ്ട് കൺക്ലൂഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒബ്ജക്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. ഇനി
നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ഒന്നെങ്കിൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. അതിന്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് ആക്സിലറേഷന്റെ പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ആ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്യാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ, a person walks a distance of 30 meter towards east with a speed of 2 meter per second and 40 meter towards north with a speed of 3/2 meter per second. The average speed and average velocity for his journey is. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടും കാണണം, സ്പീഡും കാണണം, അതേപോലെ തന്നെ വെലോസിറ്റി. എന്നിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ അതിന്റെ സൊല്യൂഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ ഗിവൺ കണ്ടീഷൻ എഴുതാം. നമുക്ക് കാണേണ്ട രണ്ട് കാര്യങ്ങൾ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡുമാണ്. ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പൊ ആദ്യം തന്നെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. അലോങ് ഈസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്ന 30 മീറ്റർ ആൻഡ് അലോങ് നോർത്ത് ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്ന 40 മീറ്റർ ആണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ രണ്ട് ടൈം കണ്ടുപിടിച്ചു. ഈസ്റ്റിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം, അതിന് യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതിൽ നിന്ന് ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി കിട്ടും. അപ്പം 30 ബൈ വെലോസിറ്റി ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 30/2 ചെയ്തിട്ട് നമുക്ക് ടൈം ടേക്കൺ 15 സെക്കൻഡ് എന്ന് കിട്ടി. അതേപോലെ തന്നെ സെക്കൻഡ് കേസിലുള്ള ടൈമാണ് 80/3 കിട്ടുന്നത്. ഇത് രണ്ടും, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇത് വെലോസിറ്റി ആണ്. അപ്പൊ രണ്ട് ഡിസ്പ്ലേസ്മെന്റും കിട്ടി, അത് രണ്ടിനും എടുത്ത ടൈമും കിട്ടി. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണുവാണ് സ്ക്വയർ റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ, ദാറ്റ് ഇസ് 50 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്തപ്പം 6/5. ഇനിയും സെക്കൻഡ് കേസിൽ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തപ്പം 42/25.